തമിഴ്നാട്ടിൽ ഇന്നും ശക്തമായ മഴ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. 4 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഫിൻജാൽ ചുഴലിക്കാറ്റ് മറ്റന്നാളോടെ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന്, രാഹുൽ വിജയൻ തേനിയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാൻ കഴിയുന്ന അവസ്ഥയാണെന്ന് അറിയില്ല. എന്തായാലും ആ ചുഴലിക്കാറ്റ് അതിൻ്റെ സർവ്വസംഹാര രൂപത്തിൽ പൂർണ്ണാർത്ഥത്തിൽ സർവ്വശക്തനായ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ശക്തിയായ ചുഴലിക്കാറ്റായി മാറിയോ ഫിൻജാൽ? റഹീസ്. ആഷ്മി, ഗുഡ് മോർണിംഗ്. നിലവിൽ തമിഴ്നാട്ടിൽ ഗുഡ് മോർണിംഗ് പറയാവുന്ന അവസ്ഥയിലാണ്. കാരണം 30-ാം തീയതി രാവിലെയോടുകൂടിയേ തമിഴ്നാട്ടിലേക്ക് ഈ ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ അതിൻ്റെ ഒരു സർവ്വരൂപത്തിലേക്ക് മാറി അതിൻ്റെ ഒരു അലയൊലികളൊക്കെ തമിഴ്നാട്ടിലേക്ക് എത്തുകയുള്ളൂ. നിലവിൽ ഈ ഫിൻജാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കാരണം ഈ അതിതീവ്ര ന്യൂനമർദ്ദത്തിനെ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. വിൻഡ് ഷീർ എന്നുള്ളൊരു സാങ്കേതിക ടേമാണ് അവരതിനെ ഉപയോഗിക്കുന്നത്. നിലവിൽ അത്തരത്തിലൊരു പ്രതിഭാസം നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ വേഗത വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഏതാണ്ട് അത് സഞ്ചരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഏത് തരത്തിലാണ് ഫിൻജാൽ ചുഴലിക്കാറ്റായി രൂപം കൊള്ളുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്നില്ല നിലവിൽ. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് ഫിൻജാൽ ചുഴലിക്കാറ്റായി മാറുകയുള്ളൂ എന്നാണ് അവസാനമായി റീജിയണൽ മെട്രോളജിക്കൽ സെൻറ്ററിൽ നിന്നും ഒപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഫിൻജാൽ ചുഴലിക്കാറ്റായി ഇത് മാറുകയുള്ളൂ. പക്ഷേ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട ജില്ലകളിലാണ് അതിശക്തമായ മഴയുള്ളത്. മറ്റു ജില്ലകളിലെല്ലാം ശക്തമായ മഴയുണ്ട്. ഇന്ന് നിലവിൽ രാവിലെ കിട്ടിയ അലേർട്ട് പ്രകാരം 4 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഒപ്പം തന്നെ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. ഇതിൽ റെഡ് അലേർട്ട് ഉള്ളത് നാഗപട്ടണത്തും മയിലാടുതുറയിലും തിരുവാരൂരിലും ഒപ്പം കടലൂരിലുമാണ്. ഇതിൽ തന്നെ നാഗപട്ടണത്തും ഈ പറയുന്ന മയിലാടുതുറയിലും അതിശക്തമായ മഴയാണ് കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്നത്. ഇവിടെ കടൽക്ഷോഭം ശക്തമാണ്. ഒപ്പം തന്നെ വ്യാപക കൃഷിനാശം ഈ മേഖലകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കുന്ന 2 ജില്ലകളിൽ പ്രധാനപ്പെട്ടതാണിത്. ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്നതിനപ്പുറം കടുത്ത ജാഗ്രത പുലർത്തേണ്ട സ്ഥിതിയാണ് തമിഴ്നാട്ടിലാകമാനമായുള്ളത്. പക്ഷേ ഈ 4 ജില്ലകളിൽ ആശങ്കയ്ക്ക് വകയുണ്ട്. മറ്റു ജില്ലകളിൽ ജാഗ്രതയാണ് പ്രധാനമായിട്ടും പാലിക്കേണ്ടത്. ഇന്ന് രാവിലെ ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. രാവിലെ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ചെറിയ തോതിൽ മഴ പൊടിക്കുന്നുണ്ട്. ഇത് ഉച്ചയ്ക്ക് ശേഷം വലിയൊരു മഴയായി മാറും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. സർക്കാർ എന്തായാലും ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ്. SDRFിൻ്റെയും NDRFിൻ്റെയും സംഘങ്ങളെ വിവിധ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നാൽ അത് തുറക്കാനുള്ളതും ഒരു കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പുതുച്ചേരിയെ പറ്റിയും പറയണം. പുതുച്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുള്ളത്. അവിടെയും മുഖ്യമന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ. എന്തായാലും വലിയ മഴയുടെ അന്തരീക്ഷമുണ്ട്. ചുഴലിക്കാറ്റായത് പൂർണ്ണ ചുഴലിക്കാറ്റായി പരിണമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജാഗ്രത 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 എന്ന് പറയുകയാണ് സർക്കാർ സംവിധാനങ്ങൾ. രാഹുൽ വിജയൻ കൂടി ചെയ്യുന്നുണ്ട്. രാഹുൽ തേനിയിൽ നിന്നാണ് ചെയ്യുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. തേനിയിലും ഗുഡ് മോർണിംഗ് പറയാവുന്ന അവസ്ഥയല്ലേ? തേനിയിൽ എന്താകും ഫിൻജാൽ ഇമ്പാക്ട്? അഷ്മി, ഗുഡ് മോർണിംഗ് പറയാവുന്ന അവസ്ഥ തന്നെയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. പക്ഷേ കാര്യമായിട്ടുള്ള മഴ ഈ പ്രദേശങ്ങളിലൊന്നും പെയ്യുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ വൈകിട്ട് നേരിയ തോതിലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മഴയുടെ യാതൊരു തരത്തിലുള്ള സ്വഭാവവും ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ തൊട്ടടുത്തിന് നാഗപട്ടണം ജില്ലയാണ്, അതായത് വേളാങ്കണ്ണി ഉൾപ്പെടുന്ന നാഗപട്ടണം ജില്ലയാണ്. അവിടെ ഇന്നലെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു, കടൽക്ഷോഭം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴയുടെ തീവ്രത കുറഞ്ഞതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിക്കുകയാണെങ്കിൽ പോലും ഒരു സാധാരണ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു നേരം വെളുക്കുന്ന സമയത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. മഴയുള്ളൊരു സാഹചര്യമല്ല, തെളിഞ്ഞ അന്തരീക്ഷമാണ്. നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. സാധാരണ രീതിയിലേക്ക് ആളുകളൊക്കെ മറ്റു ജോലികളും കാര്യങ്ങളും ഒക്കെയായി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് ചുഴലിക്കാറ്റായി മാറിയതിനു ശേഷം ഏതെങ്കിലും വിധത്തിൽ ഈ കര തൊടുകയാണ് എങ്കിൽ ഇവിടുത്തെ തേനി ഉൾപ്പെടെയുള്ള ജില്ലകളെയും ഇത് സാരമായി ബാധിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള മുൻകരുതലുകളും ഇവിടെയും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, അപ്പോൾ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും രാഹുൽ വിജയൻ തേനിയിൽ നിന്നും അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു.